നമസ്കാരം. എന്താ പത്മ, എന്തു പറ്റി വരാമെന്ന് തീരുമാനിച്ചത്? മോളുടെ വിവാഹമാണ്. ഇവിടെ അടിമാടെത്തിയ കുട്ടിയല്ലേ? അന്ന് തിരുമേനിയല്ലേ ഇവിടെ? നമ്മുടെ വാസുദേവൻ പൊറ്റിയായിരുന്നു. ഓ, വേദമോളുടെ എന്ത് കാര്യത്തിന് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ദേവിയുടെ അനുവാദം ചോദിക്കണമെന്നാണല്ലോ. ഓ, അതിനു വേണ്ടിയാ പത്മിജിയും കുടുംബം വന്നിരിക്കുന്നത്. നന്നായി. കാരണം എന്തായാലും ഇടയ്ക്കൊന്ന് ഇവിടെ വരുന്നത് നല്ലതാ. പത്മ അയക്കുന്ന ഭീമമായ തുക സംഭാവനയായി ഇവിടെ എത്തുന്നുണ്ട്. അതുപോരല്ലോ. പിന്നെ തിരുമേനി, ഇത് എന്റെ ഏട്ടനാ. നമസ്കാരം. ഏട്ടൻ കുടുംബമായിട്ട് അമേരിക്കയില. അതെ തിരുമേനി, വല്ലപ്പോഴും ഒരിക്കൽ നാട്ടിൽ വന്നാലും കൂടിയ 1-2 ദിവസം, അത് മാത്രമാണ് ചിലവഴിക്കാൻ ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഇങ്ങോട്ടൊന്ന് എത്തി നോക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇവര് രണ്ടുപേരുടെയും ചെറുപ്പം ഈ അമ്പലമുറ്റത്ത് തന്നെ ആയിരുന്നു എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു കാര്യം ചെയ്യും, ആദ്യം എല്ലായിടവും തൊഴുത് പ്രാർത്ഥിച്ചോളൂ. വന്ന കാര്യം അതിനുശേഷം ആവാം. ശരി. ഓ ശരി. ഇപ്പൊ വരാം മോളെ. ഇപ്പൊ വരാം സർ. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഇവിടെ നിന്ന് അനുഗ്രഹം കിട്ടിയാ പിന്നെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. പത്മജി, എല്ലാവരും കൂടെ വലം വെച്ച് വാ. ഓ, നീ പറയണമെന്നില്ല. ഇത് തിരുമേനി, ഇത് കുട്ടികളുടെ തലക്കുറിയാ. തലക്കുറി തരേണ്ടത് പൂജാദ്രവ്യങ്ങൾക്കൊപ്പമാണ്. മറന്നുപോയോ? അശോ, ഞാനത് ഓർത്തില്ല. പൂജാദ്രവ്യങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളെങ്കിലും കൃത്യമായിട്ട് ഓർത്തല്ലോ. ക്ഷേത്രകാര്യങ്ങളിലൊക്കെ മോൾക്ക് നല്ല അറിവാണ്. മോന്റെ ഭാര്യയാണ്. മാഡം, തലക്കുറികൾ ഇതിലേക്ക് വെച്ചോളൂ. എന്നിട്ട് മാഡം തന്നെ കൊടുക്കേണ്ടത്. വരട്ടെ. ഇനി തന്നോളൂ.
മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ പത്മേച്ചി. എല്ലാവരും വരൂ. ഇതിൽ രണ്ടിലും തെച്ചിപ്പൂവിന്റെ ഓരോ ദളങ്ങളിടും. ദേവിയുടെ തീരുമാനം ഈ വിവാഹത്തിന് അനുകൂലമാണെങ്കിൽ അരികിൽ വന്ന് മുട്ടും. അതല്ല, ഈ വിവാഹത്തിന് ദേവി അനുകൂലിക്കുന്നില്ലെങ്കിൽ എത്ര നേരം കഴിഞ്ഞാലും അത് നടുവിൽ തന്നെ തുടരും. കുട്ടികൾ തമ്മിലുള്ള വിവാഹത്തിന് ദേവിയുടെ അനുമതിയുണ്ട്. തിരുമേനി, ഇത്ര ഒരു ചടങ്ങ് ആദ്യമായിട്ട് കാണുക. ഉള്ളില് ഒരു ഭയം ഉണ്ടായിരുന്നു. ഈ നടയില് അസത്യമായിട്ടൊന്നും നടക്കില്ല. അല്ല തിരുമേനി, ഈ കുട്ടികളുടെ വിവാഹകാര്യം ഞാൻ പറഞ്ഞപ്പോ ഒരുപക്ഷെ അത് നടക്കില്ലെന്ന് തിരുമേനി പറഞ്ഞല്ലോ. ചോദിച്ചു എന്നുള്ളത് സത്യ. പക്ഷേ ഓരോ കാര്യങ്ങളും ആര് ചോദിക്കണമെന്നൊരു നിയമമുണ്ട്. നിങ്ങളുടെ കുടുംബം ചോദിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ ചോദിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. കുട്ടികൾ മുമ്പോട്ട് വരൂ. ചില